എപ്സ്റ്റീൻ ഫയൽ എന്നുള്ളത് ജോഫ്ര എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളി 2019 അമേരിക്കൻ ജയിലിലാണ് കൊല്ലപ്പെട്ടത്. അല്ലെങ്കിൽ അമേരിക്കൻ ജയിലിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗികമായി പറയപ്പെടുന്നത് അമേരിക്ക വ്യക്തമാക്കിയത്. അദ്ദേഹം അമേരിക്കയിലെ ഒരു ലൈംഗിക കുറ്റവാളി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. 2008 ഇത്തരം തെളിവുകളുമായിട്ട് അദ്ദേഹത്തെ ആദ്യം പിടിക്കുകയും കുറച്ചു മാസങ്ങൾ ജയിലിൽ കിടക്കുകയും വീണ്ടും പുറത്തു വരികയും 2018 വീണ്ടും പരാതികൾ ഉയർത്ത് അദ്ദേഹത്തിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ വരുന്നു. വീണ്ടും നിയമ നടപടികളിലേക്ക് പോകുന്നു, ജയിലിലടക്കപ്പെടുന്നു. ആ ജയിലിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന CCTV നിശ്ചലമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ദുരൂഹത ഉയർത്തുന്നതാണ് ഈ ജോഫ്ര എപ്സ്റ്റീൻ്റെ ജീവിതം എന്നുള്ളത്. ആരായിരുന്നു ഈ ജോഫ്ര എപ്സ്റ്റീൻ എന്നുള്ളത്? 1980കളിലും 90കളിലും 2000ലുമൊക്കെ അമേരിക്കയിലെ ഒരു പ്രത്യേക ദ്വീപിൽ സ്വന്തമായിട്ട് ദ്വീപും ഫ്ലൈറ്റും ഉണ്ടായിരുന്ന ശതകോടീശ്വരനാണ്. ലൈംഗിക കുറ്റവാളി എന്നതിനപ്പുറം ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതായത് നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് CEO, അതുപോലെ തന്നെ ഈ ആലൺ മാസ്ക് തുടങ്ങിയ നിരവധി ആളുകൾക്ക് ഈ പെൺകുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഏതായാലും നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അമേരിക്കയുടെ തന്നെ നീതിന്യായ സംവിധാനം പുറത്തുവിട്ടിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിനെതിരെ നടന്ന അന്വേഷണങ്ങളിൽ നിന്നും തെളിവുകളായിട്ട് കിട്ടിയിരിക്കുന്ന രേഖകളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സിയോണിസ്റ്റ് അച്ചുതണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, അഥവാ ഒരു സയനിസ്റ്റ് അച്ചുതണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ എന്നുള്ള ഭീകര രാഷ്ട്രവും അതിൻ്റെ അനുബന്ധ ഗ്രൂപ്പുകളും ലോകത്ത് പ്രവർത്തിക്കുന്നുള്ളത്. അതിൻ്റെ ഭാഗമായിരുന്നു ഈ ജോഫ്ര എപ്സ്റ്റീൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഉപയോഗത്തിനനുസരിച്ച് അവസാനം ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ